ആണ് നമുക്ക് താങ്ങാൻ പറ്റാത്തതിൽ കൂടെ കുടുംബ ബഡ്ജറ്റ് ഭയങ്കര പാടാണ്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുന്നവരാണ്, സാധാരണക്കാരാണ്. അന്നേരം ഇത്രയും വില വർദ്ധിച്ച് ആകെ ഓടി വരുന്ന സപ്ലൈക്കാരാണ്. നമുക്ക് അതുപോലുള്ള സാധനങ്ങൾ കിട്ടുന്നില്ല. നമ്മളൊരു 10 കൂട്ടം സാധനം എങ്കിലും വാങ്ങാൻ വരുന്നത് ഇപ്പോൾ 1-2 ഐറ്റം നമുക്ക് കിട്ടുന്നുള്ളൂ. എന്തോ പറയാനാണ്, കുറേ നാളായിട്ട് മനുഷ്യനെ വലയ്ക്കുക എന്നുള്ളതാണ് രീതി. പിന്നെ ഇതിനകത്ത് വേറെ ഒന്നുമില്ല വാങ്ങാനായിട്ട്. ഞങ്ങൾക്ക് സബ്സിഡി ഉള്ളതാണ് ഇത് 2 ഐറ്റമേ ഉള്ളൂ സബ്സിഡി ആയിട്ടുള്ളത്. വേറെ ഒന്നും കിട്ടാനില്ല നമുക്ക്. അരിയാണ് നമ്മൾ പ്രധാനമായിട്ട് ആശ്രയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അരിയും കിട്ടാനില്ല. ഇതിലൂടെ 800 രൂപയ്ക്കകത്തേ ആവുന്നുള്ളൂ. 800 രൂപ ആയി, പക്ഷേ വേറെ ഒന്നുമില്ല കിട്ടാനായിട്ട്. ഇത്രയും രൂപയിൽ നമുക്ക് വേറെ കിട്ടാനൊന്നുമില്ല. ഇപ്പം അങ്ങോട്ട് പറഞ്ഞിട്ട് പോയതല്ലേ ഉള്ളൂ. സബ്സിഡി സാധനങ്ങളൊന്നുമില്ല, എല്ലാം വില കൂടുതൽ സാധനങ്ങൾക്കെല്ലാം. ജീവിക്കാൻ പറ്റത്തില്ല. എല്ലാ മാസവും വരുന്ന അരി കിട്ടുമെന്ന് പറഞ്ഞ് വന്നതാണ്, അരിയില്ല. മുളകിനും എല്ലാം വില കൂടുതലുണ്ട്. സാധനങ്ങളെല്ലാം കുറവാണ്. ഇവിടെ ഇല്ല സബ്സിഡി ആയിട്ട്. പിന്നെ 3 ഐറ്റമേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ എടുത്തു, അല്ലാതെ ഇപ്പോൾ വേറെ എല്ലാം സബ്സിഡി ഇല്ലാത്തതല്ലേ, അപ്പോൾ വില കൂടുതലല്ലേ, അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള സാധനങ്ങളെ എടുത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ 1500 രൂപയ്ക്കകത്ത് ബഡ്ജറ്റ്, ഇപ്പോൾ ഇത് തന്നെ എടുത്തപ്പോഴത്തേന് 800 കൂടുതലായി. അപ്പോൾ അത് ജീവിക്കാൻ പ്രയാസമാണ്. ഒന്നുമില്ല, വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ സബ്സിഡി ഉള്ളൂ, വേറെ ഒന്നുമില്ല. വില കൂടുതലും ഉണ്ട്. ഇനിയിപ്പം സബ്സിഡി സാധനങ്ങളൊന്നും വരത്തില്ലെന്നാണ് പറയുന്നത്. വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇപ്പം നിലവിൽ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ എങ്കിലും സാധനങ്ങൾ ഒട്ടും തന്നെ ഇല്ല. ഇപ്പോഴും ഇവിടെ ആകപ്പാടെ മുളകും ഉഴുന്നും മാത്രമേ ഉള്ളൂ, നോൺ സബ്സിഡി ആയിട്ടേ ഉള്ളൂ. സബ്സിഡി ആയിട്ട് ഒന്നും തന്നെ ഇവിടെ ഇല്ല. പിന്നെ മിക്ക ഇതും കാലിയായിട്ട് തന്നെ കിടക്കുന്നത്. സാധനങ്ങൾ തീരെ കുറവാണ് സ്റ്റോക്ക്, പണ്ടത്തെ വെച്ച് കമ്പയർ. അതെ, തീർച്ചയായിട്ടും സാധാരണ ജനങ്ങൾക്കൊരു ആശ്വാസമാണ്. അപ്പോൾ നിലനിൽക്കണം തന്നെയാണ് ആഗ്രഹം. ഞാൻ ആ സബ്സിഡി ഇല്ലാത്ത ഒരു കാപ്പിപ്പൊടി മാത്രം പഠിച്ചു, അല്ലാതെ വേറെ ഒന്നും ഇവിടെ ഇല്ല. പിന്നെ നമ്മൾ മെനക്കെട്ടിട്ട് കാര്യമില്ല. സപ്ലിക്കാൻ നിലനിൽക്കണം, അതാണല്ലോ. അങ്ങനെയല്ല സാധാരണക്കാരന് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ, തുച്ഛമായ വരുമാനമുള്ളവർക്ക്. ഇടനിലക്കാർക്ക് അല്ലാത്തവർക്ക് കുഴപ്പമില്ല. മെച്ചരിക്കും കിച്ചരിക്കും കുഴപ്പമില്ല, ഇടച്ചരിക്കും പറ്റിയില്ല, പാടാ. വില കൂട്ടിക്കഴിഞ്ഞാലുള്ള പട്ടിണി ഒന്നുകൂടെ വർദ്ധിക്കും. പിന്നെ സൗജന്യ ഭക്ഷണം തപ്പി നടക്കണം ടൗൺ വഴി സാധാരണക്കാർക്ക്. സാധനം ഇല്ല, എല്ലാം വരുമെന്ന് പറഞ്ഞപ്പോൾ സബ്സിഡി സാധനമൊന്നുമില്ല. വില കൂടാൻ പോവാന്ന് പറഞ്ഞു. ഇപ്പം സാധനം വരുമെന്നാണ് പറഞ്ഞത്. പിന്നെ എല്ലാത്തിനും എല്ലാത്തിനും വില കുറയാത്ത, എല്ലാത്തിനും വില കൂടുതലല്ലോ. പണിയോ വന്നാൽ മൊത്തം പണി കുറവ്, ജോലിയില്ല. ഇവിടെ സാധനത്തിനെല്ലാം വില കുറവ് കൂടുതൽ. എന്നാ പറയാനാ, ജീവിക്കാൻ പറ്റും ഒരു വൃത്തിയില്ല സാധാരണക്കാർക്ക്.